Hello guys, welcome back to my YouTube channel Mystic Moon. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് അടിപൊളി മന്തിയാണ്. ചിക്കൻ മന്തിയാണ് കേട്ടോ. എനിക്ക് ചിക്കൻ മന്തിയോടാണ് താല്പര്യം. സോ ഞാൻ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മന്തിയിലോട്ട് എത്തിപ്പെട്ടത്. ഞാനായിട്ട് തട്ടിക്കൂട്ടിയ എല്ലാ വീഡിയോസും കൂടി ഞാനായി തട്ടിക്കൂട്ടിയ മന്തിയാണ്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. എനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ചേർത്തിലും കുഴപ്പമില്ല എനിക്ക് തോന്നിപ്പോയി. അതിൻ്റെ ഒരു ഫ്ലേവർ അത്ര എടുത്തില്ല അതിക്ക്. അതെടുക്കാത്തായിരിക്കും ഭംഗി, എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിരിയാണി പോലെ തോന്നിച്ചാലോ. സോ ഇതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. ഞാനിവിടെ 3 പീസാണ് എടുത്തിരിക്കുന്നത്. മന്തി കട്ടായിട്ട് മേടിച്ചിട്ട് 3 പീസസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഹാഫ് ക്യാപ്സിക്കം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ചില്ലി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചില്ലി പേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ മുളക് എടുത്തിരിക്കുന്നത്. കാശ്മീരി എരിവ് ആവശ്യമില്ലാത്തവർക്ക് എടുക്കാം. അത് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ദെൻ ഗ്രൈൻഡ് ഇറ്റ്, ദെൻ ഇട്ടു. ഇനി ഇംഗ്ലീഷും പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് മഞ്ഞൾപ്പൊടി, ദെൻ ജീരകം, പെപ്പർ പൗഡർ, ദെൻ ഫുള്ളായിട്ടുള്ള പെപ്പേഴ്സ്, പിന്നെ ഞാൻ ഈ പട്ട ഗ്രാമ്പു ആ സംഭവമൊന്നും ഇട്ടില്ല. പിന്നെ ഇട്ടത് മാഗി ക്യൂബാണ്. നല്ല ഈസിയസ്റ്റ് ചിക്കൻ മന്തിയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ കളറ് ചേർത്തിട്ടുണ്ട്, പേരിന് മാത്രം. അധികമായിട്ട് ചേർത്തിട്ടില്ല. പിന്നെ അതിലോട്ട് നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. ഓക്കെ, സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രം. ശരിക്കും മഞ്ഞപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് എന്തോ അപ്പോഴത്തെ സമയത്ത് ചേർക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ ചേർത്തു. ജസ്റ്റ് കുരുമുളക്, പെപ്പർ പൗഡർ, കാപ്സിക്കം, ചില്ലി പേസ്റ്റ്, ദെൻ കളർ പൗഡർ, ദെൻ ഓയിൽ. ഇത് ഇത്രയും മതി കേട്ടോ, സെറ്റായിട്ടിരിക്കും. ഉപ്പിന് പകരം നമ്മൾ നമ്മുടെ മാഗി ക്യൂബ് ഇട്ടിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇട്ടാൽ മതി. എനിക്ക് ഉപ്പിൻ്റെ ആവശ്യം വന്നില്ല അതിൽ. മാഗി ക്യൂബ് ഞാൻ ഇതിലോട്ട് 2 ഇട്ടു. അതിനുശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി. ഇതിലോട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അതിൻ്റെ ഫ്ലേവർ അത്ര എടുത്തതായിട്ട് തോന്നുന്നില്ല, പക്ഷേ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇതൊരു അരമണിക്കൂർ വെക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ഞാനിവിടെ അരി വേവിച്ചു. സെല്ല റൈസ് വേവിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചു. ഞാൻ സാധാരണ നമ്മൾ അരി വേവിക്കുമ്പോൾ അതിനാവശ്യമുള്ള പട്ട ഗ്രാമ്പൊക്കെ ഇടുമല്ലോ, ഞാനതിട്ടില്ല. കാരണം എനിക്കതിൻ്റെ ആവശ്യമുണ്ട് തോന്നിയില്ല. ഞാൻ ഇതിലോട്ട് ഓൾറെഡി ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലോട്ട് പട്ട ഗ്രാമ്പ് വരിക്കൊന്നും ഇടാതെ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് അരി മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ ഇതായതിനു ശേഷം ഇതിൽ നിന്ന് ചിക്കൻ ഞാൻ വേറൊരു പാത്രം വെച്ച് അതിൽ മുരിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് 2 ഭാഗവും സാധാ ഒരു വെള്ളം വറ്റി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊരുപ്പിക്കും. അതിലേക്ക് ചില്ലി പേസ്റ്റ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സോസ് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലോട്ട് പുരട്ടുന്നുണ്ട്. ഈ ചില്ലി പേസ്റ്റ് ഞാൻ ഈ മന്തിയിൽ മിക്ക ഭാഗങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് അങ്ങോട്ട് സ്പൈസി ഇല്ല, കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഹെൽത്തി ഓപ്ഷനാണെന്ന് ചോദിച്ചാൽ ഈ സോസ് ഭാഗം മാറ്റിയാൽ ഹെൽത്തി അല്ലേ. ഓയിലുണ്ടല്ലേ, എനിക്കറിയത്തില്ല. കുറേ പേര് പറയുന്നുണ്ട് മന്തിയൊക്കെ വേറെ ഹെൽത്തി ആണെന്നുണ്ട്. ഇത് അത്ര ഓയിലുണ്ടോ? ഞാൻ കുറച്ച് ഓയിൽ മാറ്റിയിട്ടത് കഴിഞ്ഞിട്ട് ഓവറായി തോന്നിയപ്പോൾ എന്നിട്ട് നമ്മൾ ചോറിന് മുകളിലേക്ക് ഈ ബസ്മതി അരി ഇട്ടു. വേവിച്ചത് ഫുള്ളായിട്ടിട്ട് നമ്മൾ ഈ ദം ചെയ്യാൻ പോവുകയാണ്. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് കളർ വെള്ളവും കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കലക്കിയിട്ടുള്ള വെള്ളവും ഇതിന് മുകളിൽ കൂടെ ഒഴിച്ച് ദെൻ ചിക്കൻ വെച്ച് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ദമ്മിടുക. നമ്മൾ കരി വെച്ച് പുകയ്ക്കുന്നുണ്ട്.
അപ്പോൾ കുറച്ച് സ്മോക്കി എഫക്റ്റ് മന്തിക്ക് അതാണല്ലോ മെയിൻ ഐറ്റം. പിന്നെ ഞാൻ അതിലേക്ക് പച്ചമുളകൊന്നും വെച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. സോ ഞാൻ പച്ചമുളക് വെച്ചില്ല. ചില്ലി പേസ്റ്റ് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ചില്ലി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അത് ശരിക്കും എനിക്ക് മനസ്സിലായി. അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ സംഭവം റെഡിയായി. ഇനി പ്ലേറ്റ് ചെയ്ത് തിന്നുക. ശരിക്കും ഇതിൽ ചിക്കനും അരിയും വേവേണ്ട സമയം മാത്രമേ വേണ്ടൂ. അല്ലാണ്ട് നമുക്ക് ഓരോന്നും മീൻസ് സവാള അരിയുക, ബിരിയാണിയെക്കാട്ടി എത്രയോ നല്ല അടിപൊളി നല്ല സിമ്പിൾ റെസിപ്പിയാണ് മന്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി ഇന്നത്തെ മന്തിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ റൈസൊക്കെ ഭയങ്കര ഫ്ലേവേർഡായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട.